ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് തടാകങ്ങളാണ്. ഓക്കെ, തടാകങ്ങളിൽ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കോഡുകൾ വെച്ചിട്ടായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, ആദ്യം ഞാനൊന്ന് വായിക്കാൻ, നിങ്ങളൊന്ന് കേൾക്കുക കേട്ടോ. തടാകങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ലിംനോളജി. തടാകങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ലിംനോളജി. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2-നാണ്. ഓക്കെ, അപ്പോൾ തടാകങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം എന്ന് പറയുന്നത് ലിംനോളജി ആണ് അല്ലേ. അപ്പോൾ അത് ഓർക്കാൻ ഞാൻ ചിന്തിച്ചത് വിചാരിച്ചാൽ ശാസ്ത്രീയ പഠനമാണ് അല്ലേ, തടാകങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. അപ്പൊ തടാകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ലേക്ക് എടുക്കാലോ, ലേക്ക്, തടാകങ്ങൾ, ലേക്ക്. അപ്പൊ ലേക്ക് ലിംനോളജി ലാലാവായിട്ട് കണക്ട് ചെയ്യാലോ, ലിംനോളജി. ഓക്കെ, ലേക്ക്, ലിംനോളജി. തടാകങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ലിംനോളജി. നെക്സ്റ്റ്, ലോക തണ്ണീർത്തട ദിനം എന്ന് പറയുന്നത് ഫെബ്രുവരി 2-ആണ്. തണ്ണീർത്തട ദിനം, ഇത് ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചതാണ് ഈ ക്വസ്റ്റ്യൻ. ലോക തണ്ണീർത്തട ദിനം എന്ന് പറയുന്നത് ഫെബ്രുവരി 2. തണ്ണീർത്തടം എന്നല്ലേ ഉള്ളത്. അപ്പൊ തണ്ണീർത്തടത്തിൽ 2 ണ ഉണ്ടല്ലോ, തണ്ണീർ അല്ലെ, 2 ണ ഉണ്ട്. അപ്പൊ ഇവിടെ ഫെബ്രുവരി ആയാലും 2 ആയാലും 2 അല്ലേ. അതായത് ഫെബ്രുവരി, ജനുവരി, ഫെബ്രുവരി 2-ാമത്തെ മാസമാണ് 2. ഓക്കെ, അപ്പം 2 ആണ് പറയുന്നത്. അപ്പൊ ഇപ്പറും എന്താണ്, തണ്ണീർത്തട ദിനം, തണ്ണീർ, ഇണ്ണ, 2 ഉണ്ടല്ലോ ണ. അപ്പൊ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പറും 2, ഇപ്പറും 2 അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫെബ്രുവരി 2 നമുക്ക് കിട്ടും. അപ്പൊ എന്താണ് പറഞ്ഞത്, തടാകങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ലിംനോളജി ആണ്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. നെക്സ്റ്റ്, റംസാർ ഉടമ്പടി. റംസാർ ഉടമ്പടി തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർണമായ വിനിയോഗത്തിനുമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ വന്ന ഉടമ്പടിയാണ് എന്ത്, നമ്മുടെ റംസാർ ഉടമ്പടി. റംസാർ ഉടമ്പടി ഒപ്പുവെച്ചത് 1971 ഫെബ്രുവരി 2-നാണ്. ആ ദിനമാണ് നമ്മൾ ലോക തണ്ണീർത്തട ദിനമായിട്ട് ആഘോഷിക്കുന്നത്, ഫെബ്രുവരി 2. ഓക്കെ, അപ്പോൾ ഇത് നടന്നിട്ടുള്ളത് ഇറാനിൽ വെച്ചിട്ടാണ് കേട്ടോ, ഇറാനിൽ വെച്ചിട്ടാണ്. അതാണ് ഇറാൻ ഇവിടെ പ്രധാനമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ റംസാർ ഉടമ്പടി പറയുമ്പോൾ സാറാണല്ലോ. ഈ സാറ് ഒറ്റ സാറ് മാത്രമേ ഉള്ളൂ എന്ന് ആലോചിക്കുക, ഒറ്റ സാറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 ആയിട്ട് കണക്ട് ചെയ്യാം. 1971 ആ ഒരു വർഷം നമുക്ക് കിട്ടി. പിന്നെ ഫെബ്രുവരി 2 നമുക്ക് തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ അതാണല്ലോ യൂണിയൻ ഡേറ്റ് വരുന്നത്, 1971 ഫെബ്രുവരി 2. ഇനി ഇറാനുമായിട്ട് കണക്ട് ചെയ്യണം റംസാർ ഉടമ്പടി. അപ്പൊ ഈ റംസാർ എന്ന് പറയുമ്പോൾ ഈ സാറ് ഓടുന്ന സാറാണെന്ന് വിചാരിക്കുക. ഈ സാർ എന്താണ്, റാൻ ചെയ്യുന്ന, ഓടുന്ന സാറാണെന്ന് വിചാരിച്ചാൽ ഇറാനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം. റംസാർ ഉടമ്പടിയാണ് പറഞ്ഞത് തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർണമായ വിനിയോഗത്തിനുമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ വന്ന ഉടമ്പടിയാണ് നമ്മുടെ റംസാർ ഉടമ്പടി. ഒറ്റ സാറ് മാത്രമേ ഉള്ളൂ, 1971 ഫെബ്രുവരി 2. അതുപോലെ ഓടുന്ന സാറാണ്, അപ്പം റാൻ, ഇറാൻ. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം എന്ന് പറയുന്നത് ചിൽക്ക തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം എന്ന് പറയുന്നത് ചിൽക്ക തടാകം തന്നെയാണ്. ഇന്ത്യയിലെ ലവണത്വം ഏറ്റവും കൂടുതലുള്ള തടാകം എന്ന് പറയുന്നത് സാമ്പാർ തടാകമാണ്. ഫുൾ കൺഫ്യൂഷൻ ആവുന്ന ഭാഗമാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. ചെറിയ ചെറിയ കണക്ഷൻസ് പറഞ്ഞുതരാം, കേൾക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം എന്ന് പറയുന്നത് ചിൽക്ക തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ചിൽക്ക തടാകമാണ്. എവിടെയാണ് ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത്, ഒഡീഷയിലാണ് കേട്ടോ, ഒഡീഷയിൽ. അപ്പൊ ചിരിച്ചുകൊണ്ട് ഓടുന്നൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ചിരിച്ചുകൊണ്ട് ഓടും, ഒഡീഷ. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം എന്ന് പറയുന്നത് ചിൽക്ക തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം എന്ന് പറയുമ്പോൾ ഉപ്പുവെള്ളം ആയിരിക്കും. ഓക്കെ, അപ്പൊ ലവണ തടാകം എന്ന് പറയുന്നത് എന്താണ്, ചിൽക്ക തടാകമാണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം എന്താണ്, ചിൽക്ക തടാകമാണ്. അതുപോലെ ഏറ്റവും വലിയ ലവണ തടാകവും ചിൽക്ക തടാകമാണ്, ഒഡീഷ. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം കേൾക്കാം. ഇന്ത്യയിലെ ലവണത്വം ഏറ്റവും കൂടുതലുള്ള തടാകം എന്ന് പറയുന്നത് സാമ്പാർ തടാകമാണ്. ഇന്ത്യയിലെ ലവണത്വം ഏറ്റവും കൂടുതലുള്ള തടാകം സാമ്പാർ തടാകമാണ്. ഓക്കെ, അതെങ്ങനെ ആലോചിക്കാം. ബാക്കിയുള്ളതിനൊക്കെ അപേക്ഷിച്ച് ലവണത്വം കൂടുതലുള്ള തടാകം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലവണത്വം പറയുമ്പോൾ ഉപ്പാണല്ലോ, സാൾട്ട്. അപ്പൊ ഉപ്പൊക്കെ നമ്മൾ ഇടുന്നത് സാമ്പാറിനാണെന്ന് ആലോചിച്ചാൽ മതി. ഉപ്പൊക്കെ കൂടുതൽ ഇടുന്നത് സാമ്പാറിനാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ സിമ്പിൾ ആയിട്ട് അത് കിട്ടും, സാമ്പാർ തടാകം. ഓക്കെ, ഇന്ത്യയിലെ ലവണത്വം ഏറ്റവും കൂടുതലുള്ള തടാകം എന്ന് പറയുന്നത് ലവണത്വം അല്ലെങ്കിൽ ഉപ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇടുന്നത് സാമ്പാറിലാണ്, സാമ്പാർ എന്ന് ആലോചിക്കുക. ഒരു കാര്യം കൂടിയുണ്ട്, സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്.
ഈ സാമ്പാറൊക്കെ ഡെയിലി ഉണ്ടാക്കുന്നത് രാജാക്കന്മാരാണ്, ഡെയിലി കഴിക്കുന്നത് രാജാക്കന്മാരാണെന്നൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത് മരുഭൂമിയിലാണ് കേട്ടോ. ഓക്കെ, ഇന്ത്യയിലെ ലവണത്വം ഏറ്റവും കൂടുതലുള്ള തടാകം സാമ്പാറാണ്. സാമ്പാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലാണ്. ഒന്നുകൂടി പറയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം, ഏറ്റവും വലിയ ലവണ തടാകം ചിൽക്ക തടാകം. ഇന്ത്യയിൽ ലവണത്വം ഏറ്റവും കൂടുതലുള്ള തടാകം എന്ന് പറയുന്നത്, ലവണത്വം കൂടുതലായിട്ട് ഇടുന്നത് എവിടെയാണ്? സാമ്പാറിലാണ്. സാമ്പാർ തടാകം രാജസ്ഥാൻ. അതുപോലെ ചിൽക്ക തടാകം എവിടെയാണ് വരുന്നത്? ചിരിച്ചുകൊണ്ട് ഓടും, ഒഡീഷ. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. ചിൽക്ക തടാകം. നമുക്ക് ഈ കുറച്ച് തടാകങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഒരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 6 പോയിന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് മാത്രം പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ചിൽക്ക തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ്. ചെമ്മീൻ വളർത്തലിന് പ്രശസ്തമായ തടാകമാണ്. ഏറ്റവും വലിയ ലവണ തടാകമാണ്. റംസാർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തടമാണ്. ദ്വീപുകൾ, ഈ ചിൽക്ക തടാകത്തിൽ ഉൾപ്പെടുന്ന ദ്വീപുകളാണ് ഹണിമൂൺ ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, നൽബാന ദ്വീപ്. ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പക്ഷി വളർത്തൽ കേന്ദ്രമുണ്ട്, അതിന്റെ പേരാണ് നൽബാന. അപ്പോൾ ഇതില് ഞാൻ ചെറിയ കണക്ഷൻസ് ഒക്കെ പറഞ്ഞുതരാൻ ശ്രദ്ധിക്കുക. ചിൽക്ക തടാകമാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഈ ചിൽക്ക തടാകം എവിടെയാണ്? ഒഡീഷയിലാണ്. ചിരിച്ചുകൊണ്ട് ഓടും, ചിരിച്ചുകൊണ്ട് ഓടും, ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക തടാകം. അതുപോലെ ഏറ്റവും വലിയ ലവണ തടാകം കൂടിയാണ് നമ്മുടെ ചിൽക്ക തടാകം. ചെമ്മീൻ വളർത്തലിന് പ്രശസ്തമായ തടാകമാണ്. ചെമ്മീൻ വളർത്തലിന് പ്രശസ്തമായ തടാകം. അപ്പൊ ഇത് ആലോചിക്കുന്നത്, ഈ ചെമ്മീനൊക്കെ ചിരിച്ചുകൊണ്ടാ നിൽക്കുക എന്നൊന്ന് ആലോചിച്ചാൽ മതി. ചെമ്മീൻ ഉണ്ടാവില്ലേ, നമ്മൾ കറിയൊക്കെ വെക്കുന്ന ചെമ്മീൻ. അപ്പൊ ഈ ചെമ്മീനൊക്കെ ചിരിച്ചുകൊണ്ടാന്നൊരു മീശൊക്കെ ഇല്ല ഇതിന്. അപ്പം ചിരിച്ചുകൊണ്ടാ നിൽക്കുക എന്നൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് ആലോചിക്കുക. അപ്പം ചെമ്മീൻ, ചിൽക്ക, ചെമ്മീൻ, ചിൽക്ക. ഓക്കെ, ചെമ്മീൻ വളർത്തലിന് പ്രശസ്തമായതാണ് ചിൽക്ക തടാകം. ഏറ്റവും വലിയ ലവണ തടാകമാണ്. റംസാർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തടം. ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ്. റംസാർ പട്ടികയിൽ, റംസാർ ആണ്, റംസാർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തടമാണ് നമ്മുടെ ചിൽക്ക തടാകം. ഓക്കെ, എന്താണ് റംസാർ പട്ടികയിലൊക്കെ ഇടം നേടിയോണ്ട് ഭയങ്കര ചിരിയാണെന്നൊക്കെ ആലോചിച്ചാൽ മതി. റംസാർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തടമാണല്ലോ. അപ്പോൾ ആദ്യത്തെ വ്യക്തിയാണ് അല്ലെ, ആദ്യത്തെ തണ്ണീർത്തടമാണ് റംസാർ പട്ടികയിലൊക്കെ ഇടം നേടിയിട്ടുള്ളത്. അതുകൊണ്ട് നല്ലോണം ചിരിച്ചോണ്ട് നിൽക്കുന്നൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പൊ അത് ആ ഒരു പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിക്കുക. റംസാർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തടമാണ് നമ്മുടെ ചിൽക്ക തടാകം. ചിൽക്ക തടാകം എവിടെയാണ്? ഒഡീഷയിലാണ്. ഈ ചിൽക്ക തടാകത്തിലുള്ള കുറച്ച് ദ്വീപുകളുടെ പേരാണ് പഠിക്കണം. ഹണിമൂൺ ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, നൽബാന ദ്വീപ്. അപ്പൊ ഹണിമൂൺ ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, നൽബാന ദ്വീപ്. ചെറിയൊരു കണക്ഷൻ പറയാം, കേൾക്കാം. ഈ ചിൽക്ക തടാകമാണല്ലോ നമ്മൾ ചിരിച്ചു എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഈ ഹണിമൂണിന് പോയാൽ നമ്മൾ ചിരിക്കുന്ന ആലോചിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്ന ആലോചിക്കുക. നൽബാന, നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിരിക്കും, ചിരിക്കും, ചിൽക്ക. ഓക്കെ, അപ്പൊ ഹണിമൂണിനൊക്കെ പോകുമ്പോൾ നമ്മൾ ചിരിക്കും. ഓക്കെ, ചിൽക്ക തടാകം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ ചിരിക്കും, ചിൽക്ക തടാകം. നൽബാന ദ്വീപ്, നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കും, ചിൽക്ക തടാകം. ഓക്കെ, ഞാൻ ഈ പറയുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കോഡുകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വരണം കേട്ടോ. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മളിങ്ങനെ ചിരിക്കുന്നത്, അതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ദ്വീപുകൾ നമ്മൾ 3 പഠിച്ചു. നെക്സ്റ്റ്, ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി വളർത്തൽ കേന്ദ്രമാണ് നൽബാന. അപ്പൊ ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി വളർത്തൽ കേന്ദ്രമാണ് നൽബാന. അപ്പൊ നൽബാന എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കണക്ട് ചെയ്യാൻ പഠിച്ചു അല്ലെ. നൽബാന, നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ചിരിക്കും, ചിൽക്ക തടാകം. ഇനിയിപ്പോ പക്ഷി വളർത്തൽ കേന്ദ്രമായിട്ട് കണക്ട് ചെയ്യണം അല്ലെ. അപ്പൊ ഈ നൽബാന പക്ഷി വളർത്തൽ കേന്ദ്രം എങ്ങനെ കണക്ട് ചെയ്യാം? ഈ പക്ഷികളൊക്കെ എന്താ തിന്നുക? ബനാനയാണ് തിന്നുക, പഴങ്ങളല്ലേ, ബനാന. അപ്പൊ പക്ഷികൾ തിന്നുന്നത് ബനാനയാണ്. ബനാന, നൽബാന, നൽബാന. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിൽ തന്നെ നമുക്ക് ഉത്തരവുണ്ട് കേട്ടോ. ഏത് ക്വസ്റ്റ്യനിലും അതിൽ തന്നെ ഉത്തരമുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ചിൽക്ക തടാകം എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ്. ചെമ്മീൻ വളർത്തലിന് പ്രശസ്തമായ തടാകമാണ്. ഏറ്റവും വലിയ ലവണ തടാകമാണ്. റംസാർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തടമാണ്. ദ്വീപുകൾ എന്താണ്? ഹണിമൂൺ ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, നൽബാന ദ്വീപ്. ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി വളർത്തൽ കേന്ദ്രമാണ് നൽബാന, നൽബാന. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊലേരു
തടാകമാണ്. അത് കഴിഞ്ഞ് വൂളാർ തടാകം. ഓക്കെ, അപ്പൊ ഈ കൊലേരു തടാകം എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് കൊലേരു ആണ്. ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. കൃഷ്ണ ഗോദാവരി ഡെൽറ്റകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, 4 പോയിന്റേ ഉള്ളൂ. അതിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ആദ്യത്തെ 2 പോയിന്റ് ആണ്. കൊലേരു എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. കൊലേരു എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ്. രണ്ടാമത്തേതാണ് കേട്ടോ. രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് കൊലേരു. അപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലുണ്ടാവും അപ്പം ആദ്യത്തെ ശുദ്ധജല തടാകം ഏതാണെന്ന് നമുക്ക് തോന്നും അല്ലേ? അപ്പൊ അത് പറയാം. അതെന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദ്യത്തെ ഒന്നാമത്തെ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് വൂളാർ തടാകമാണ്. വൂളാർ തടാകം. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒന്നാമത്തെ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് വൂളാർ തടാകമാണ്. രണ്ടാമത്തെ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് കൊലേരുവാണ്. ഓക്കെ, നെക്സ്റ്റ് കൊലേരു എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് കൊലേരു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് കൊലേരു. കൃഷ്ണ ഗോദാവരി ഡെൽറ്റകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. കൃഷ്ണ നദി ഇല്ലേ? കൃഷ്ണ നദി, ഗോദാവരി നദിയൊക്കെ ഇല്ലേ? അപ്പം കൃഷ്ണ ഗോദാവരി ഡെൽറ്റകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ കൊലേരു തടാകം. നെക്സ്റ്റ് വൂളാർ തടാകമാണ് പറയുന്നത്. വൂളാർ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. വൂളാർ തടാകം ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ടെക്ടോണിക് ആക്ടിവിറ്റിയുടെ ഫലമായി രൂപം കൊണ്ട തടാകമാണ് വൂളാർ തടാകം. വൂളാർ തടാകത്തിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന നദി ജലം സിന്ധു നദിയിലെ സിന്ധു നദിയുടെ ഒരു പോഷക നദിയാണ് ജലം. തുൾബുൾ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് വൂളാർ തടാകത്തിലാണ്. തുൾബുൾ പ്രോജക്റ്റ്. ഓക്കെ, അപ്പൊ ഈ നമ്മൾ തടാകങ്ങളെ കുറിച്ച് ഒരു 2-3 തടാകങ്ങളെ കുറിച്ച് പറഞ്ഞല്ലേ. അപ്പൊ ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. PSC മാറി ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഞാനൊന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കുക. നോട്ട് ഉണ്ടെങ്കിൽ എഴുതി വെക്കാം. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം എന്ന് പറയുന്നത് ചിൽക്ക തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ചിൽക്ക തടാകമാണ്. ഇന്ത്യയിൽ ലവണത്വം ഏറ്റവും കൂടുതലുള്ള തടാകം സാമ്പാർ തടാകമാണ്. ഓക്കെ, ഇത്രയും 3 കാര്യങ്ങൾ അറിയാലോ. ഇനി നെക്സ്റ്റ് കാര്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് വൂളാർ തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാർ തടാകവും ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം കൊലേരുവുമാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊലേരു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുള്ള സാധനങ്ങളാണ് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി പറയാം. ഇന്ത്യയിലെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൽ തന്നെ ഉണ്ട്, കുഴപ്പമില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം എന്ന് പറയുന്നത് ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം കൊലേരു തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം കൊലേരു തടാകം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊലേരു തടാകം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊലേരു തടാകം. അപ്പൊ ഇത്രയും പോയിന്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. മാറ്റി വെച്ചൊന്ന് പഠിക്കുക കേട്ടോ. കാരണം ചോദിക്കും, ഉറപ്പായിട്ട് ചോദിക്കും. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് പറഞ്ഞത്. ഓക്കെ, നമ്മൾ വൂളാർ തടാകത്തിലല്ലേ എത്തിയത്, അത് പഠിക്കാം. വൂളാർ തടാകം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. അപ്പോ എന്താ വൂളാർ തടാകം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും വൂളാർ, വേൽപൂൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ, മറ്റേ നമ്മുടെ ഫ്രിഡ്ജിന്റെ പരസ്യം. അപ്പോൾ ഒന്നുകിൽ അതെടുക്കാം, ശുദ്ധമായ ജലമാണ് ഈ വേൽപൂൾ എന്നൊക്കെ കിട്ടുന്നത്, ചുമ്മാ ഒന്ന് കണക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ വൂളാർ എന്ന് പറയുമ്പോൾ വൂളാറ് വെള്ളമായിട്ട് കണക്ട് ചെയ്യുക. വൂളാർ വെള്ളം. അപ്പൊ വെള്ളമൊക്കെ ശുദ്ധജലമാണ്, ശുദ്ധമായ വെള്ളമാണെന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് വെള്ളം തന്നെയാണ്. വെള്ളം, വൂളാർ തടാകം. ഓക്കെ, ഈ വെള്ളമൊക്കെ വാങ്ങുന്നത് നമ്മൾ കാശ് കൊടുത്തിട്ടാണ് ഇപ്പോൾ വെള്ളം വാങ്ങുന്നത് എന്നാലോചിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ റേഷൻ പീടിയിൽ നിന്നൊക്കെ വെള്ളം കാശ് കൊടുത്തിട്ട് വാങ്ങുന്നുണ്ടല്ലോ, അങ്ങനത്തെ സിസ്റ്റം ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം അതുപോലെ ഒന്ന് ചിന്തിക്കുക, വെള്ളമൊക്കെ കാശ് കൊടുത്തിട്ടാണ് വാങ്ങുന്നത്, വെള്ളം കാശ് കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. അപ്പൊ വൂളാർ എവിടെയാണ്? കാശ്മീരിലാണ്. കാശ് കൊടുത്തിട്ടാണ് വെള്ളം വാങ്ങുന്നത്.
അപ്പൊ വെള്ളം വൂളാറ്, കാശ് ജമ്മു കാശ്മീർ. ഓക്കെ, നെക്സ്റ്റ് ടെക്ടോണിക് ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് രൂപം കൊണ്ട തടാകമാണ് വൂളാർ തടാകം. ഓക്കെ, ടെക്ടോണിക് ആക്ടിവിറ്റി ഒക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കുന്നുണ്ട് കേട്ടോ, അന്നേരം പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് വൂളാർ തടാകത്തിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന നദിയാണ് ചലം. ജലം ജലം ശുദ്ധജലം ജലം എന്നൊക്കെ ആയിട്ട് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്തൂടെ, സെയിം സാധനല്ലേ പറയുന്നത്. വൂളാർ തടാകത്തിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന നദിയാണ് ജലം. ശുദ്ധജലം ജലം ചലം. ഓക്കെ, നെക്സ്റ്റ് തുൾബുൾ പ്രൊജക്ട് എന്താണ് ഉള്ളത്? വൂളാർ തടാകത്തിലാണ്. ഓക്കെ, തുൾബുൾ പ്രൊജക്ട് ഉള്ളത് വൂളാർ തടാകത്തിലാണ്. ഈ നമ്മൾ വാട്ടർ ഷോ ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഈ പയ്യാമ്പലത്തൊക്കെ ഉണ്ട് വാട്ടർ ഷോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ വെള്ളങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളുന്നൊക്കെ, തുളുമ്പും എന്നൊക്കെ പറയില്ലേ, ഈ വെള്ളമല്ലേ തുളുമ്പുക അല്ലേ, ഈ വെള്ളമാണല്ലോ തുളുമ്പുക. അപ്പോൾ ഈ തുൾബുൾ പ്രൊജക്ട് എന്ന് പറയുമ്പോൾ ചോദിക്കും, തുൾബുൾ പ്രൊജക്ട് ഏത് തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ തുൾബുള്ളാകുമ്പോൾ തുളുമ്പുന്നതൊക്കെ വെള്ളമാണ്, വെള്ളം വൂളാർ എന്നായിട്ട് ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എന്താണ് വൂളാർ തടാകം പറഞ്ഞത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. ജമ്മു കാശ്മീരിലെ കാശ് കൊടുത്തിട്ടാണ് നമ്മൾ വെള്ളമൊക്കെ വാങ്ങുന്നത്, വൂളാറ്. ടെക്ടോണിക് ആക്ടിവിറ്റിയുടെ ഫലമായിട്ടാണ് രൂപം കൊണ്ടത്. വൂളാർ തടാകത്തിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന നദി ജലമാണ്. തുളുമ്പുന്നത് എന്താണ്? തുളുമ്പുന്നത് വെള്ളമാണ്. തുൾബുൾ പ്രൊജക്ട് വൂളാർ തടാകം. നെക്സ്റ്റ് ദാൽ തടാകം ജമ്മു കാശ്മീരിലാണ് കേട്ടോ. പൂക്കളുടെ തടാകം എന്ന് പറയപ്പെടുന്നു. കാശ്മീരിന്റെ കിരീടത്തിലെ രത്നം എന്ന് പറയുന്നു. ശ്രീനഗറിലെ രത്നം എന്നൊക്കെ പറയുന്നുണ്ട്. ശുദ്ധജലം എത്തിക്കുന്നത് നേരത്തെ പറഞ്ഞ സെയിം സാധനം, ജലം. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് ഉള്ളത് ദാൽ തടാകത്തിലാണ്. പൂർണ്ണമായും വൈഫൈ കണക്ടിവിറ്റി ഉള്ള ലോകത്തിലെ ആദ്യ തടാകം. ഹൗസ് ബോട്ടുകൾ അറിയപ്പെടുന്നത് ഷിക്കാര. ഹൗസ് ബോട്ടുകൾ, അവിടുത്തെ ദാൽ തടാകത്തിലുള്ള ഹൗസ് ബോട്ടുകൾ അറിയപ്പെടുന്നത് ഷിക്കാര എന്ന പേരിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ദാൽ തടാകം വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ, ശ്രദ്ധിക്കാം. ദാൽ തടാകം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ദാൽ എന്നുള്ളത് നമ്മള് എന്താ ദാൽ കറി നമ്മൾ ദാൽ കറി എന്നൊക്കെ പറയാറില്ല, ദാൽ കറി അങ്ങനെയല്ലോ പറയാ, ദാൽ കറി എന്നൊക്കെ പറയില്ല. അപ്പൊ അതുമായിട്ടാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. ദാല് ഒരു പരിപ്പ് പോലെ ഒരു സാധനമുണ്ട്, ദാല് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഓക്കെ, അതായിട്ടാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ദാലൊക്കെ വാങ്ങുന്നത് നമ്മൾ കാശ് കൊടുത്തിട്ടാണെന്ന് ആലോചിക്കുക. ജമ്മു കാശ്മീർ കാശ് കൊടുത്തിട്ടാണ് നമ്മൾ ഡാലൊക്കെ വാങ്ങുന്നത്. അതുപോലെ ഈ ഡാലൊക്കെ പൂക്കളുടെ തടാകം. ഈ ഡാലൊക്കെ എന്ന് പറഞ്ഞ ഒരു ചെടിയിൽ നിന്നല്ലേ ഉണ്ടാവുന്നത്. അപ്പൊ ആ ചെടിക്ക് പൂവൊക്കെ ഉണ്ടാവും അല്ലെ, ഡാലിന്റെ പൂവ് എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ പൂക്കളുടെ തടാകം. കാശ്മീരിന്റെ കിരീടത്തിന്റെ രത്നം. ഈ കിരീടത്തിനൊക്കെ ഈ ദാലൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവില്ലേ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ശ്രീനഗറിന്റെ രത്നം. ഓക്കെ, അതൊന്ന് ചുമ്മാ ഒന്ന് ആലോചിക്കുക. പൂക്കളുടെ തടാകം ഇമ്പോർട്ടന്റ് ആണ്, കാശ്മീരിന്റെ കിരീടത്തിന്റെ രത്നം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. രണ്ടും ഒന്ന് ഓർത്തെടുക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. താല് അങ്ങനെ എന്തോ പറയാ. ഓക്കെ, ദാൽ തടാകം. അപ്പൊ ദാൽ തടാകം എന്താണ് പറഞ്ഞിട്ടുള്ളത്? കാശ് കൊടുത്തിട്ടാണ് ദാല് വാങ്ങുന്നത്. എന്താണ്? ജമ്മു കാശ്മീർ. പൂക്കളുടെ തടാകം. കാശ്മീരിന്റെ കിരീടത്തിന്റെ രത്നം. കിരീടത്തിലൊക്കെ ദാലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടെന്ന് ആലോചിച്ചാൽ മതി. പൂക്കളുടെ തടാകം, കാശ്മീരിന്റെ കിരീടത്തിലെ രത്നം. അതുപോലെ എന്താണ്? ശ്രീനഗറിലെ രത്നം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ദാൽ തടാകമാണ്. ശുദ്ധജലം എത്തിക്കുന്നത്, ശുദ്ധജലമാണല്ലോ, അപ്പം ജലം. ഓക്കെ, ജലം. ശുദ്ധജലം എത്തിക്കുന്നത് ഏത് നദിയിൽ നിന്നാണ്? ജലത്തിൽ നിന്നാണ്. ജലം സിന്ധുവിന്റെ പോഷക നദിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് ആണ്. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ദാൽ തടാകത്തിലാണ്. ഓക്കെ, ഈ ദാലൊക്കെ സെൻഡ് ആക്കുന്നത് നമ്മള് പോസ്റ്റ് ഓഫീസ് വഴിയാണെന്നൊന്ന് ആലോചിച്ചാൽ മതി. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് ഏത് തടാകത്തിലാണെന്നാ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ നമുക്ക് അതിന് ആൻസർ അല്ലേ കിട്ടണ്ട. ഈ പോസ്റ്റ് ഓഫീസ് നമ്മൾ പാക്കറ്റ് ആക്കിയിട്ട് അയക്കുന്നത് ദാലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നത്, എക്സ്ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് ആലോചിച്ചാൽ മതി. അത് ആരാണ് എക്സ്ചേഞ്ച് ചെയ്ത്? ദാലൊക്കെ സ്ത്രീകളുടെ കയ്യിലല്ലേ ഉണ്ടാവും. അപ്പം വൈഫാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ആക്കുന്നത് എന്ന് ആലോചിക്കുക, പോസ്റ്റ് ഓഫീസിലൂടെ അയക്കുന്നതെന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് വൈഫൈ കണക്ടിവിറ്റിയും കൂടി കണക്ട് ചെയ്യാൻ പറ്റും. പൂർണ്ണമായും വൈഫൈ കണക്ടിവിറ്റി ഉള്ള ലോകത്തിലെ ആദ്യ തടാകം എന്ന് പറയുന്നത് ദാൽ തടാകമാണ്. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഒന്നുകൂടി പറയാം.
ദാൽ തടാകം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാല് നമ്മൾ ഡാലൊക്കെ കാശ് കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. അതുപോലെ പൂക്കളുടെ തടാകം, കാശ്മീരിന്റെ കിരീടത്തിലെ രത്നം എന്നൊക്കെ ഇതിൽ പറയപ്പെടുന്നുണ്ട്. ശുദ്ധജലം എത്തിക്കുന്നത് ജലം സിന്ധു നദിയുടെ പോഷക നദിയായ ജലത്തിൽ നിന്നാണ് നമ്മുടെ ദാൽ തടാകത്തിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ദാൽ തടാകത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസാണ് ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ്. ഈ പോസ്റ്റ് ഓഫീസ് എന്താണ്? നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, ഒരു സാധനം വേറൊരു വ്യക്തിക്ക് ഒരു കത്ത് ഒക്കെ അയക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പോസ്റ്റ് ഓഫീസ് ഉപയോഗിക്കുക. അപ്പോൾ ഈ പോസ്റ്റ് ഓഫീസിൽ അയക്കുന്നത് ഡാലാണെന്ന് ആലോചിച്ചാൽ മതി. ഡാലാണ് നമ്മൾ പോസ്റ്റ് ഓഫീസിലൂടെ അയക്കുന്നത് എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പം പോസ്റ്റ് ഓഫീസും ദാലുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാലോ. അപ്പോൾ ദാല് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ഈ ദാല് പോസ്റ്റ് ഓഫീസിലൂടെയാണ് ദാൽ അയക്കുന്നത് എന്നൊക്കെ നമുക്ക് ഡാല് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുമല്ലോ. അപ്പം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസാണ് പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസിലൂടെ ഡാലൊക്കെ നമ്മൾ അയക്കുന്ന. ഓക്കെ, അപ്പോൾ ദാൽ തടാകം. ഈ ഡാലൊക്കെ ഉണ്ടാവുന്നത് സ്ത്രീകളുടെ കയ്യിലാണ് അല്ലേ. അപ്പോൾ വൈഫാണ് അയക്കുന്നത് വിചാരിച്ചാൽ മതി. വൈഫാണ് പോസ്റ്റ് ഓഫീസിലൂടെ ഡാലൊക്കെ അയക്കുന്നത് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വൈഫൈ കണക്ടിവിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പൂർണ്ണമായും വൈഫൈ കണക്ടിവിറ്റി ഉള്ള ലോകത്തിലെ ആദ്യത്തെ തടാകം, പൂർണ്ണമായും വൈഫൈ കണക്ടിവിറ്റി ഉള്ള ലോകത്തിലെ ആദ്യത്തെ തടാകം കൂടിയാണ് നമ്മുടെ ദാൽ തടാകം. ഹൗസ് ബോട്ടുകൾ അറിയപ്പെടുന്നത്, ഈ ദാൽ തടാകത്തിൽ ഒരുപാട് ഹൗസ് ബോട്ടുകൾ ഉണ്ട്. ആ ഹൗസ് ബോട്ടുകൾ അറിയപ്പെടുന്നത് ഷിക്കാര എന്ന പേരിലാണ്. ഷിക്കാര, ഇത് ഓൾറെഡി അറിയുന്നവരായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ഹൗസ് ബോട്ടുകൾ അറിയപ്പെടുന്നത് ഷിക്കാര എന്ന പേരിലാണ്. അപ്പോൾ ചുമ്മാ ഞാനൊന്ന് ജസ്റ്റ് ഒരു കാര്യം പറയാം. ഈ ഹൗസ് ബോട്ടുകളാണല്ലോ, ഈ ഹൗസിൽ ആരാ ഉണ്ടാവുക? വൈഫാ ഉണ്ടാവുക. ഈ വൈഫ് എന്ത് ചെയ്യും? പോസ്റ്റ് ഓഫീസിൽ ഡാലൊക്കെ കയറ്റി അയക്കും. ഓക്കെ, ഈ പോസ്റ്റ് ഓഫീസിൽ വൈഫ് എന്ത് ചെയ്യും? പോസ്റ്റ് ഓഫീസിൽ ഡാലൊക്കെ കയറ്റി അയക്കുമെന്ന് വിചാരിക്കുക. കാശിനാണ് അയക്കുന്നത്. ഓക്കെ, ഹൗസ് ബോട്ടുകളാണ് ആദ്യം പറഞ്ഞത് അല്ലേ. ഹൗസിൽ ആരുണ്ടാവും? ഹൗസ്, വീട്. ഹൗസിൽ വൈഫ് ഉണ്ടാവും. അപ്പോൾ വൈഫ് പോസ്റ്റ് ഓഫീസിലൂടെ ഡാല് കാശിനെ അയക്കും. അപ്പോൾ എന്താണ്? കാശ് റിട്ടേൺ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം മൊത്തം നിങ്ങൾക്ക് ക്ലിയർ ആയി കിട്ടും. അപ്പോൾ ദാൽ തടാകത്തിന്റെ ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്? ഹൗസ് ബോട്ട് അല്ലേ. ഹൗസിൽ ആരുണ്ടാവും? വൈഫ് ഉണ്ടാവും. അപ്പോൾ ഹൗസ് ബോട്ടിന്റെ പേര് എന്താണ്? ഷിക്കാര എന്നാണ്. അപ്പോൾ ഹൗസിൽ ആരുണ്ടാവും? വൈഫ് ഉണ്ടാവും. വൈഫൈ കണക്ടിവിറ്റി ഉള്ള ലോകത്തിലെ ആദ്യ തടാകം എന്ന് പറയുന്നത് നമ്മുടെ ദാൽ തടാകമാണ്. വൈഫ് എന്ത് ചെയ്യും? പോസ്റ്റൽ അയക്കും ഡാല് അല്ലെ. പോസ്റ്റ് ഓഫീസുമായിട്ട് കണക്ട് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് എന്താണ്? ദാൽ തടാകം അല്ല, ദാൽ തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്താണ്? കാശിനാണ് അയക്കുന്നത്. അപ്പൊ ജമ്മു കാശ്മീർ. അപ്പൊ ദാൽ തടാകം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണെന്ന് മനസ്സിലാക്കാം. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ, കൺഫ്യൂഷൻ ആവരുത്. ഒന്നുകൂടി പറയാം. ദാൽ തടാകമാണ് ദാൽ തടാകം. അപ്പൊ ഹൗസിലെ വൈഫ് പോസ്റ്റ് ഓഫീസ് വഴി ദാൽ അയക്കും. കാശിനാണ് അയക്കുന്നതെന്നും കൂടി ആലോചിച്ചാൽ ആ ഭാഗം മൊത്തമായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്തെടുക്കണം. കാരണം ഒഴുകുന്ന മറ്റു കാര്യങ്ങളും കൂടി, ഒഴുകുന്ന സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഒഴുകുന്ന പോസ്റ്റ് ഓഫീസാണ് നമ്മുടെ ദാൽ തടാകത്തിലുള്ളത് കേട്ടോ. പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റലിലൂടെ ദാൽ അയക്കുന്നതെന്ന് കൃത്യമായിട്ട് ഓർക്കണം കേട്ടോ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റിലേക്ക് പോവാം. ലോക്തക് തടാകം ലോകത്തിലെ ഏക ഒഴുകുന്ന തടാകമാണ്. മണിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം ഉണ്ട് അവിടെ തന്നെ. അത് കേബിൾ ജാവോ സാങ്കായ് മാനുകൾ അഥവാ ഡാൻസിങ് മാനുകളൊക്കെ ഉണ്ടാവുന്നത് അവിടെയാണ്. ദ്വീപുകൾ കരാങ്, തങ്ക, ഇത്തിങ്, ചെറുദ്വീപുകൾ ഫുംഡീസ് എന്ന് പറയുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രഥമ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് ലോക്തക് തടാകത്തിലാണ്. ഓക്കെ, ലോക്തക് തടാകത്തിൽ എന്താണ് പറഞ്ഞത്? ലോകത്തിലെ ഏക ഒഴുകുന്ന തടാകമാണ് ലോക്തക് തടാകം. അപ്പൊ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസിലൂടെ ദാലാണ് നമ്മൾ അയക്കുന്നത്, കാശിന് അയക്കുന്നത്. അപ്പൊ എവിടെയാണ്? ദാൽ തടാകത്തിലാണ് പോസ്റ്റ് ഓഫീസ് വരുന്നത് കേട്ടോ. മറക്കരുത്, മാറിപ്പോവരുത്. എന്നാൽ ഇവിടെ എന്താ പറയുന്നത്? ലോകത്തിലെ ഏക ഒഴുകുന്ന തടാകമാണ് ലോക്തക് തടാകം. ഓക്കെ,
മണിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോക്തക് തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മണിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനമാണ് കെയ്ബുൾ ലെംജാവോ. എന്താണ് പറയുന്നത്? പേരൊന്നുകൂടി പറയാം. കെയ്ബുൾ ലെംജാവോ. ലെംജാവോ എന്നാണ് കേട്ടോ. കെയ്ബിൾ എന്നൊന്ന് ആലോചിച്ചാൽ മതി, വേറെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണ്ട. കെയ്ബിൾ. ഓക്കെ. അവിടെ ഉണ്ടാവുന്ന ഒരു പ്രത്യേക തരം മാനുകളാണ് സാങ്കായി മാനുകൾ. അതിന്റെ മറ്റൊരു പേരാണ് ഡാൻസിങ് ഡിയേഴ്സ്. ഡാൻസിങ് മാനുകൾ അല്ലെങ്കിൽ ഡാൻസിങ് ഡിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനമാണ് കെയ്ബിൾ. ഓക്കെ. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മൃഗമാണ് സാങ്കായി മാനുകൾ അല്ലെങ്കിൽ ഡാൻസിങ് മാനുകൾ, ഡാൻസിങ് ഡിയേഴ്സ് എന്നൊക്കെ പറയും. ഓക്കെ. അപ്പോൾ ഇതും കൂടെ ഓർക്കണം. ലോകത്തിലെ ഏക ഒഴുകുന്ന തടാകമാണ് ലോക്തക് തടാകം. ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം എവിടെയാണ്? ലോക്തക് തടാകത്തിലാണ്, മണിപ്പൂരിലാണ്. ഒഴുകുന്ന ദേശീയോദ്യാനം ലോക്തക് തടാകത്തിലാണ്, മണിപ്പൂരുമാണ്. കെയ്ബുൾ ലെംജാവോ. ഓക്കെ. ഇവിടുത്തെ ദ്വീപുകളാണ് കരാങ്, തങ്ക, ഇത്തിങ്. ഇത്തിങ്ങനാണ് കരാങ്, തങ്ക, ഇത്തിങ്. ഒന്ന് ജസ്റ്റ് കേട്ട് പോവാ കേട്ടോ. ചെറുദ്വീപുകൾ ഫുംഡീസ് എന്നറിയപ്പെടുന്നു. ചെറുദ്വീപുകൾ, ഇവിടെയുള്ള ലോക്തക് തടാകത്തിലെ ചെറുദ്വീപുകൾ അറിയപ്പെടുന്നതാണ് ഫുംഡീസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രഥമ വിദ്യാലയം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രഥമ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് ലോക്തക് തടാകം. അപ്പൊ വിദ്യാലയം എന്ന് പറയുമ്പോൾ നമുക്ക് ലോകത്തെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചിരുന്ന സ്ഥലമല്ലേ. ലോകത്തെക്കുറിച്ചൊക്കെ അറിയുന്നത് നമ്മൾ വിദ്യാലയത്തിൽ നിന്നാണല്ലോ. അപ്പോൾ അത് അങ്ങനെ ഒന്ന് ചുമ്മാ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രഥമ വിദ്യാലയം ലോക്തക് തടാകവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഒരിക്കൽ ചോദിച്ചതാണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രഥമ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് ലോക്തക് തടാകത്തിലാണ്. ഓക്കെ. ഒരുപാട് കൺഫ്യൂഷൻ ആവുന്ന ഭാഗങ്ങളുണ്ട്, ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കണം കേട്ടോ. ഓക്കെ. ഒന്നുകൂടി പറയാം. ലോക്തക് തടാകം എന്ന് പറയുന്നത് ലോകത്തിലെ ഏക ഒഴുകുന്ന തടാകം എന്ന് പറയുന്നത്, ലോകത്തിലെ ഏക ഒഴുകുന്ന തടാകമാണ് ലോക്തക് തടാകം. അപ്പൊ ഈ തടാകം ഒഴുകി ലോകം മുഴുവൻ സഞ്ചരിക്കുന്നൊക്കെ ഒന്ന് ചുമ്മാ ആലോചിക്കുക. ലോകത്തിലെ ഏക ഒഴുകുന്ന തടാകമാണ് ലോക്തക് തടാകം. മണിപ്പൂരിലാണ്. ഓക്കെ. 24 മണിക്കൂറും ഒഴുകിക്കൊണ്ടിരിക്കുന്നൊക്കെ ഒന്ന് ആലോചിക്കുക. ലോകം മുഴുവൻ ചുറ്റിക്കൊണ്ടിരിക്കുന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. ലോക്തക് തടാകം, മണിപ്പൂർ. 24 മണിക്കൂറും ലോകം മൊത്തം ചുറ്റിക്കൊണ്ടിരിക്കും. അപ്പം ലോക്തക് തടാകവും മണിപ്പൂരുമായിട്ട് കണക്ട് ചെയ്തൂടെ? ലോക്തക് തടാകം. ഓക്കെ. 24 മണിക്കൂറും ഓക്കെ ലോകമായിട്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ ലോക്തക് തടാകവും മണിപ്പൂരും ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം കെയ്ബിൾ. ഒഴുകുന്ന ദേശീയോദ്യാനമാണ് അല്ലേ. അപ്പൊ ഒഴുകുമ്പോൾ നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റൂല, അല്ല ഒഴുകിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പൊ നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റൂല. അങ്ങനെയൊന്നും ആലോചിക്കുക. കെയ്ബിൾ ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം. ഒഴുകുമ്പോൾ നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റൂല. അപ്പൊ കെയ്ബിൾ എന്നൊന്ന് ആലോചിക്കുക. ഓക്കെ. അപ്പൊ സാങ്കായി മാനുകൾ, ഡാൻസിങ് ഡിയേഴ്സ് അവിടെ ഉണ്ടാകുന്ന മൃഗങ്ങളാണ് പ്രധാനപ്പെട്ടത് കേട്ടോ. നെക്സ്റ്റ്, ദ്വീപുകൾ കരാങ്, തങ്ക, ഇത്തിങ്. ചെറുദ്വീപുകൾ ഫുംഡീസ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രഥമ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് ലോക്തക് തടാകത്തിലാണ്. അപ്പൊ പ്രഥമ വിദ്യാലയം എന്ന് പറയുമ്പോൾ വിദ്യാലയത്തിൽ നിന്നാണ് നമുക്ക് ലോകത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുക. ലോക്തക് തടാകം. ഓക്കെ. അപ്പൊ ലോക്തക് തടാകത്തെ കുറിച്ച് പറഞ്ഞു, മറക്കരുത്, ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. മനസ്സിലാവാത്തവർ ഒന്നുകൂടി വീഡിയോ കാണുക. ഓക്കെ. അപ്പൊ മനസ്സിലായിക്കോളും. നെക്സ്റ്റ് പറയാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങളാണ്, കേൾക്കുക. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം എന്ന് പറയുന്നത് ചെലാമു തടാകം അല്ലെങ്കിൽ ചെലമാവു തടാകം എന്നൊക്കെ നമുക്ക് പറയാറുണ്ട്. ഓക്കെ. അപ്പൊ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം എന്ന് പറയുമ്പോൾ ഒരു മാവിന്റെ ഉയരത്തിലാണെന്ന് വിചാരിച്ചാൽ മതി. ചെലമാവ് അല്ലെങ്കിൽ ചെലാമു എന്നും പറയാറുണ്ട് കേട്ടോ. ചെലമാവ് തടാകം എവിടെയാണ്? സിക്കിമിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത് കൻവർ തടാകമാണ്. ഓക്സ്ബോ തടാകം എന്ന് പറഞ്ഞാൽ ഒരു വലിയ നദി മുറിഞ്ഞുണ്ടാവുന്നതാണ്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് പഠിക്കാം. പിന്നീട് വീണ്ടും ഒരു റൗണ്ട് പോലെ, തടാകം പോലെ രൂപപ്പെടുന്നതാണ്. ഓക്കെ. അത് കുറച്ച് കഴിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത് കൻവർ തടാകമാണ്, ബീഹാറിലാണ്. അപ്പോൾ സംസ്ഥാനം ഇമ്പോർട്ടൻ്റ് ആണ്, ബീഹാർ. ഓക്കെ. അപ്പൊ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കണ്ണില് ബി വന്ന് കുത്തുന്നയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. കണ്ണില് ബി ഇല്ലേ, ബി തേനീച്ച, ഈച്ച. അപ്പൊ വന്ന് കുത്തുന്നയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കൻവർ തടാകം, ബീഹാർ. കണ്ണ് ബി, കൻവർ തടാകം, ബീഹാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം. ഈ ഓ പോലെയാണ് നമ്മുടെ കണ്ണ് എന്ന് ആലോചിച്ചാൽ മതി. ഓക്സ്ബോ തടാകം അല്ലേ, ഓക്സ്ബോ തടാകം. അപ്പൊ ഓ പോലെയാണ് നമ്മുടെ കണ്ണ്.
കൺവർ തടാകം, ആ കണ്ണിൽ എന്ത് കുത്തും? ബി കുത്തും, ബീഹാർ. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകമാണ് കൺവർ തടാകം, ബീഹാർ. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമായ തടാകം എന്ന് പറയുന്നത് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഒരു മനുഷ്യന്റെ പേര് തന്നെയാണ്, ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ തടാകം. ഇതെവിടെയാണ്? റിഹാന്ദ് ഡാമിന്റെ റിസർവോയർ ആണ് കേട്ടോ, റിഹാന്ദ് ഡാമിന്റെ റിസർവോയർ ആണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് പറഞ്ഞത് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ തടാകം, റിഹാന്ദ് ഡാമിന്റെ റിസർവോയർ. ഓക്കെ, അപ്പൊ നമ്മുടെ ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ തടാകം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് ആ ഭാഗത്തായിട്ടാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യയിലെ രണ്ടാമത്തെ മനുഷ്യനിർമ്മിത തടാകം ദേബാർ തടാകമാണ്, രാജസ്ഥാൻ. ഇന്ത്യയിലെ രണ്ടാമത്തെ മനുഷ്യനിർമ്മിത തടാകം ദേബാർ തടാകം, രാജസ്ഥാൻ. അപ്പോൾ ഒന്നാമത്തത് എന്താണ് പറഞ്ഞത്? ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം എന്ന് പറയുന്നത് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ തടാകമാണ്. രണ്ടാമത്തെ മനുഷ്യനിർമ്മിത തടാകം എന്ന് പറയുന്നത് ദേബാർ തടാകം, രാജസ്ഥാനാണ്. അപ്പൊ ദേബാർ തടാകം രാജസ്ഥാൻ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ബാറിലൊക്കെ പോകുന്നത് രാജാക്കന്മാരാണെന്ന് വിചാരിച്ചാൽ മതി. ബാറിലൊക്കെ പോകുന്നത് ബാറിലൊക്കെ പോകുന്നത് രാജാക്കന്മാരാണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ദേബാർ തടാകം, രാജസ്ഥാൻ. അതുപോലെ ഈ ദേബാർ തടാകത്തിന്റെ മറ്റൊരു പേരാണ് ജയ്സാമണ്ട തടാകം. ഓക്കെ, ജയ്സാമണ്ട തടാകം. അപ്പൊ ഈ ബാറിലൊക്കെ പോകുന്നവർ മണ്ടന്മാരാണെന്ന് വിചാരിച്ചാൽ മതി, അങ്ങനൊന്നും വിചാരിക്കുക. അല്ലെങ്കിൽ ഈ ബാറിലൊക്കെ പോകുന്നത് നമ്മുടെ ജയൊക്കെ ആഘോഷിക്കാൻ വേണ്ടി പോകുന്നതാണെന്നോ, അപ്പൊ ജയ് അങ്ങനെയൊക്കെ ഒന്ന് ചുമ്മാ വിചാരിച്ചു കഴിഞ്ഞാല് ജയ്സാമണ്ട തടാകം, ദേബാർ തടാകത്തിന്റെ മറ്റൊരു പേരാണ് ദേബാർ. ബാറിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഘോഷിക്കാനൊക്കെ പോകില്ലേ, അപ്പൊ അങ്ങനെ ഒന്ന് വിചാരിക്കുക, അവരൊക്കെ മണ്ടന്മാരാണെന്നൊന്നും ചുമ്മാ ഒന്ന് വിചാരിക്കുക. അപ്പൊ ജയ്സാമണ്ട തടാകം. നെക്സ്റ്റ്, ഹവാമഹൽ പാലസ് സ്ഥിതി ചെയ്യുന്ന തടാകം ദേബാർ തടാകം. ഹവാമഹൽ പാലസ് സ്ഥിതി ചെയ്യുന്ന തടാകം ദേബാർ തടാകം. ഹവാമഹൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഹൽവ എടുത്തൂടെ, ഹലുവ. അപ്പൊ ഈ ഹലുവ ഈ ബാറിൽ പോകുമ്പോൾ നമ്മൾ ഹലുവയും കൂടി എടുത്തിട്ട് പോകുന്നെന്ന് ആലോചിച്ചാൽ മതി. ഹൽവയും കൂടി എടുത്തിട്ട് പോകും, ടച്ചിങ്സ് ആയിട്ടാണ് ചുമ്മാ ഒന്ന് വിചാരിക്കുക. ഓക്കെ, ഹവാമഹൽ പാലസ് സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ദേബാർ തടാകം. ഹവാമഹൽ, ഹൽവ, ബാർ. ഓക്കെ, നെക്സ്റ്റ്, നാഗാർജുന സാഗർ തടാകം. ഇത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു എക്സാമിന് ചോദിച്ചതാണ്. നാഗാർജുന സാഗർ തടാകം, കൃഷ്ണ നദി. ഒരു 4 തടാകത്തിന്റെ പേരും അതുപോലെ നദികളും തന്നിട്ട്, പിന്നെ ഇത് തടാകമല്ല കേട്ടോ, അണക്കെട്ടാ മറ്റാണോ ചോദിച്ചതെന്ന് തോന്നുന്നു എനിക്ക്. ഇതന്നെ തോന്നുന്നു ചോദിച്ചത്. നാഗാർജുന സാഗർ തടാകം, ഒരു 4 തടാകം തന്നിട്ട് അത് നദിയും തന്നിട്ട് അത് കണക്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. നാഗാർജുന സാഗർ തടാകം കൃഷ്ണ നദിയിലാണ്. അപ്പൊ ഇത് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് നാഗാർജുനയാണല്ലോ, അർജുനനും കൃഷ്ണനും എന്ന് ആലോചിച്ചാൽ മതി. അർജുനനും കൃഷ്ണനും നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നില്ലേ, അപ്പൊ ചരിത്രമല്ല, നമ്മുടെ രാമനും ഇതെല്ലാം പറയുന്ന പോലെ, രാമായണവും മറ്റേ അങ്ങനെയൊക്കെ പറയുന്ന പോലെ നാഗാർജുന സാഗർ ഡാം, കൃഷ്ണ നദി, അർജുനനും കൃഷ്ണനും എന്നൊക്കെ ആയിട്ടൊന്ന് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്യുക. എന്താണ്? നാഗാർജുന സാഗർ തടാകം, കൃഷ്ണ നദി. നാഗാർജുന സാഗർ തടാകം, അർജുനനും കൃഷ്ണനും, കൃഷ്ണ നദി. അപ്പൊ ഒന്നുകൂടി വായിക്കാം, ഈ ഭാഗം ശ്രദ്ധിക്കുക. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് മാവിന്റെ മുകളിൽ അല്ലെ ചെലമാവു തടാകം അല്ലെങ്കിൽ ചെലാമു തടാകം, സിക്കിമിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം, ഓ പോലെയാണ് കൺവർ തടാകം. എവിടെയാണ്? കണ്ണിൽ ബി കുത്തും അല്ലെ, ബീഹാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ തടാകം, റിഹാന്ദ് ഡാമിന്റെ റിസർവോയർ ആണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ മനുഷ്യനിർമ്മിത തടാകമാണ് ദേബാർ തടാകം, രാജസ്ഥാൻ. ബാറിലൊക്കെ പോകുന്നത് രാജാക്കന്മാരാണ്. അപ്പൊ ഈ ദേബാർ തടാകത്തിന്റെ മറ്റൊരു പേരാണ് ജയ്സാമണ്ട തടാകം. ഹവാമഹൽ പാലസ് സ്ഥിതി ചെയ്യുന്ന തടാകം. ഹൽവിയായിട്ട് എടുത്തിട്ടുണ്ട്, ബാറിൽ പോകുമ്പോൾ ഹൽവിയും കൂടി കൊണ്ടുപോകുന്ന അറിയിക്കുക, ദേബാർ തടാകം. നാഗാർജുന സാഗർ തടാകം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദി, അർജുനനും കൃഷ്ണനും. നെക്സ്റ്റ്, ഉൽക്കാപതനത്തിന്റെ ഫലമായി രൂപം കൊണ്ട തടാകമാണ് ലോണാർ തടാകം. ഉൽക്കാപതനത്തിന്റെ ഫലമായി രൂപം കൊണ്ട തടാകമാണ് ലോണാർ തടാകം, മഹാരാഷ്ട്ര. ഓക്കെ,
അപ്പോൾ ഉൽക്കയൊക്കെ നമ്മൾ ലോണാർ എന്ന് പറയുമ്പോൾ നമ്മൾ ലൂണാർ എന്നൊക്കെ പറയാറില്ലേ, അതുമായിട്ടൊന്ന് ചുമ്മാ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉൽക്കയായിട്ട് ഒരു കണക്ഷൻ കിട്ടും. ഓക്കെ, ഉൽക്കാപതനത്തിന് ഫലമായിട്ട് രൂപം കൊണ്ട തടാകം എന്ന് പറയുമ്പോൾ ലോണാർ തടാകമാണ്. ഈ മഹാരാഷ്ട്ര എന്നൊക്കെ ഒന്ന് ആലോചിക്കുക, ഈ ലോണൊക്കെ എടുക്കുന്നവർ മഹാന്മാരാണ്, പൈസയൊക്കെ ലോൺ എടുത്തിട്ട് മഹാന്മാരാവുന്നൊക്കെ വെറുതെ ഒന്ന് ആലോചിക്കുക കേട്ടോ, വെറുതെ ചുമ്മാ ഒന്ന് ആലോചിക്കുക. ഉൽക്കാപതനത്തിന് ഫലമായി രൂപം കൊണ്ട തടാകമാണ് ലോണാർ തടാകം, മഹാരാഷ്ട്ര. ഓക്കെ, നെക്സ്റ്റ് ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തടാകമാണ് ഹുസൈൻ സാഗർ തടാകം. ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും. അപ്പോൾ ഈ ഹൈദരാബാദിന്റെ ഹാവ് എടുക്കുക, സെക്കന്ദരാബാദിന്റെ സാവ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഹുസൈനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഹുസൈൻ സാഗർ തടാകം. തടാകങ്ങളുടെ നാട്, ലഗൂണുകളുടെ നാട്, കായലുകളുടെ നാട് എന്നൊക്കെ പറയുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ അറിയാമല്ലോ 44 നദികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തടാകങ്ങളെയാണ് പറയുന്നത്. തടാകങ്ങളുടെ നാട്, ലഗൂണുകളുടെ നാട്, കായലുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അതുപോലെ തടാകങ്ങളുടെയും ലഗൂണുകളുടെയും രാജ്യം എന്ന് പറയുന്നത് മാസിഡോണിയ. തടാകങ്ങളുടെയും ലഗൂണുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ട് ഒരു കളി കളിക്കുന്നതാണ് മാസിഡോണിയ എന്ന് ആലോചിക്കുക. രാജ്യമാണ് മാസിഡോണിയ, സംസ്ഥാനമാണ് കേരളം. ഓക്കെ, തടാകങ്ങളുടെ നാട്, ലഗൂണുകളുടെ നാട്, കായലുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളവും തടാകങ്ങളുടെയും ലഗൂണുകളുടെയും രാജ്യം എന്നറിയപ്പെടുന്ന രാജ്യം മാസിഡോണിയയുമാണ്. കേരദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം ഡുംബൂർ തടാകം. കേരദ്വീപ് എന്ന് പറയുമ്പോൾ നമുക്ക് കേരവൃക്ഷം ഓർമ്മിക്കാലോ, തെങ്ങ്. ഈ തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്നത് എങ്ങനെയാണ്? 3 പ്രാവശ്യം ഡും 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 എന്ന് പറഞ്ഞിട്ടല്ലേ വീഴുക? അത് ചുമ്മാ ഒന്ന് ആലോചിക്കാനാണ്. അപ്പൊ ഡും എന്ന് പറഞ്ഞിട്ടാ വീഴുവാന്നൊന്ന് ആലോചിക്കുക. അപ്പൊ ഡുംബൂർ തടാകം. കേരദ്വീപ് കേരവൃക്ഷത്തില് തേങ്ങയൊക്കെ വീഴുന്നത് ഡും എന്ന് പറഞ്ഞിട്ടാണ് ഡുംബൂർ തടാകം. സ്കെൽട്ടൺ ലേക്ക് എന്നറിയപ്പെടുന്നത് രൂപകുണ്ട്. സ്കെൽട്ടൺ, നമ്മൾ ചില ആൾക്കാരെ പറയില്ലേ സ്കെൽട്ടൺ പോലെയാണ് രൂപം എന്ന് പറയില്ലേ, മെലിഞ്ഞിട്ടുള്ള ആൾക്കാരാ. അപ്പൊ സ്കെൽട്ടൺ പോലെയാണ് രൂപം എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ രൂപകുണ്ടുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സ്കെൽട്ടൺ ലേക്ക് എന്നറിയപ്പെടുന്നത് രൂപകുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം. ഉൽക്കാപതനത്തിന്റെ ഫലമായി രൂപം കൊണ്ട തടാകമാണ് ലോണാർ തടാകം. ഈ ലോണർത്തവരൊക്കെ മഹാന്മാരായിട്ട് നടക്കുന്നൊക്കെ ചുമ്മാ ഒന്ന് കണക്ട് ചെയ്യാൻ ഇതാ മതി. ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തടാകമാണ് ഹാവും സാവും എടുത്താൽ ഹുസൈൻ സാഗർ തടാകം. തടാകങ്ങളുടെ നാട്, ലഗൂണുകളുടെ നാട്, കായലുകളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്ന സംസ്ഥാനം കേരളം. തടാകങ്ങളുടെയും ലഗൂണുകളുടെയും രാജ്യം എന്നറിയപ്പെടുന്ന രാജ്യം മാസിഡോണിയ. കേരദ്വീപ് എന്നറിയപ്പെടുന്ന തടാകം, കേരവൃക്ഷത്തിൽ നിന്ന് തേങ്ങ വീഴുന്നത് എങ്ങനെയാണ്? ഡും എന്ന് പറഞ്ഞിട്ടാണ് വീഴുക, ഡുംബൂർ തടാകം. സ്കെൽട്ടൺ ലേക്ക് എന്നറിയപ്പെടുന്നത് രൂപകുണ്ട്. സ്കെൽട്ടനായ രൂപം, മെലിഞ്ഞ രൂപം, സ്കെൽട്ടൻ രൂപം. ഓക്കെ, രൂപകുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, കണക്ഷൻ വെച്ച് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റ തവണ 2 തവണ നിങ്ങൾ കേട്ടാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ബൈ ഹാർട്ട് പഠിക്കരുത് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്ന തടാകമാണ് നൽ സരോവർ, ഗുജറാത്ത്. എന്തുകൊണ്ടാണ്? നല്ല സ്ഥലമാണ്, അതുകൊണ്ടാണ് ദേശാടന പക്ഷികൾ എത്തുന്നത്. ഇപ്പോൾ ഫോറിനേഴ്സ് എല്ലാം ഇന്ത്യയിൽ നല്ല സ്ഥലങ്ങൾ തേടിയിട്ടല്ലേ വരുന്നത്, അതുപോലെ ദേശാടന പക്ഷികളും നല്ല സ്ഥലത്താണ് വരുന്നത് എന്ന് ആലോചിക്കുക. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്ന തടാകം എന്ന് പറയുന്നത് ഒരു നല്ല സ്ഥലത്താണ്, നൽ സരോവർ. എവിടെയാണ്? ഗുജറാത്തിലാണ്. നൽ സരോവർ എവിടെയാണ്? ഗുജറാത്തിലാണ്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിലുള്ള ഒരു തടാകമാണ് പുലിക്കെട്ട് തടാകം. സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അത്രയും നോളജുള്ള ആൾക്കാരും അത്രയും ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കില്ലേ, ഒരു പുലി പോലുള്ള ആൾക്കാരായിരിക്കില്ലേ അവിടെ ഉണ്ടാവുക. എല്ലാത്തിലും നോളജിലൊക്കെ പുലിയായിട്ടുള്ള ആൾക്കാരല്ലേ അവിടെ ഉണ്ടാവുക. അപ്പോൾ ഒരു പുലിക്കെട്ട് തടാകം എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ, ആന്ധ്രാപ്രദേശിൽ. അപ്പൊ എന്താണ് പറഞ്ഞ 2 പോയിന്റ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്ന തടാകം നല്ല സ്ഥലമാണ് നൽ സരോവർ, ഗുജറാത്ത്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ പുലിക്കെട്ട് തടാകം, ആന്ധ്രാപ്രദേശ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് കുറച്ച് തടാകങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ കുറച്ച് തടാകങ്ങൾ. അത് എവിടെയാണ്, ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, കോലേജ് ലോക്തക്കൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ പറഞ്ഞ തടാകങ്ങളും അതിൽ ഉൾക്കൊള്ളാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തടാകങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് തടാകങ്ങളും അതിൻ്റെ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനവും പറഞ്ഞിട്ടുള്ളത്. കുഞ്ഞു കുഞ്ഞു കണക്ഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം, സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ഫോളോ ചെയ്യാം കേട്ടോ.
ആദ്യത്തേത് കൊലേരു തടാകം ആന്ധ്രാപ്രദേശാണ്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് കൊലേരു തടാകം ആന്ധ്രാപ്രദേശ്. ഓക്കെ. നിങ്ങൾ ആന്ധ്രഗുളിക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ആന്ധ്രഗുളിക, ആന്ധ്രവായു എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അപ്പൊ ഈ ആന്ധ്രഗുളികയൊക്കെ കൊടുത്തിട്ട് ആൾക്കാർ കൊല്ലുന്നൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. അതൊരു ആയുർവേദത്തിലെ ഒരു ഗുളികയാണെന്ന് തോന്നുന്നു. മുന്നേ ഒക്കെ വീട്ടിൽ നിന്നൊക്കെ പറയുന്ന കേൾക്കാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ഓക്കെ. കൊല്ലേരു തടാകം എന്ന് പറയുന്നത് കൊല്ലുന്നത് ആന്ധ്രഗുളികയൊക്കെ കൊടുത്തിട്ടാണെന്നൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കൊലേരു തടാകം ആന്ധ്രാപ്രദേശ്. ഓക്കെ. നെക്സ്റ്റ് ലോക്തക് തടാകം മണിപ്പൂറാണ്. ഓക്കെ. 24 മണിക്കൂർ എന്നൊക്കെ ഞാൻ പറയും, 24 മണിക്കൂറും ലോകം ചുറ്റുന്നു എന്നൊക്കെ ഒന്ന് ചുമ്മാ ആലോചിച്ചാൽ മതി. 24 മണിക്കൂറും ലോകം ചുറ്റുന്നു എന്നൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ലോക്തക് തടാകം മണിപ്പൂര്. ഉമിയാം തടാകം എന്ന് പറയുന്നത് മേഘാലയയാണ്. ഉമിയാം തടാകം മേഘാലയ. അപ്പൊ ഇത് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് മേഘമാണ് എടുത്തിട്ടുള്ളത്. മേഘങ്ങൾ നല്ല രസമല്ലേ കാണാൻ, പഞ്ഞിക്കെട്ട് പോലെ. ആ ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിൽ വരണം കേട്ടോ. ഈ മേഘങ്ങളൊക്കെ പഞ്ഞിക്കെട്ട് പോലെയല്ലേ, അതിനെ നമ്മളൊന്ന് ഉമ്മ വെക്കുക എന്നൊന്ന് ആലോചിച്ചാൽ മതി. ഉമ്മ വെക്കുക. അപ്പോൾ മേഘങ്ങളെ നമ്മൾ മേഘക്കെട്ടിനെ ഒന്ന് ഉമ്മ വെക്കുന്നത്. അപ്പൊ ഉമിയാം തടാകം എവിടെയാണ് ഉമ്മ വെക്കുന്നത്? മേഘങ്ങളെയാണ്. മേഘാലയ. ഓക്കെ. നെക്സ്റ്റ് ഡുംബൂർ തടാകം ത്രിപുര. ഡുംബൂർ തടാകം എവിടെയാണ്? ത്രിപുരയാണ്. ഡുംബൂർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഡും 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 3 പ്രാവശ്യം ഡും 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 എന്നാക്കുക. അപ്പം ത്രിപുര 3. ഓക്കെ. ഡുംബൂർ തടാകം എന്താണ്? നമ്മൾ വിളംബരമൊക്കെ ചെയ്യുമ്പോൾ ഡും 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 എന്നൊക്കെ അല്ലേ, അതുപോലെ ഒന്ന് ചിന്തിക്കുക. അപ്പം 3 പ്രാവശ്യമാണ് ആ ഒരു ഡും എന്നാക്കുന്നത്. ത്രിപുര. നെക്സ്റ്റ് പലക്ക് തടാകം മിസോറാം. അപ്പൊ പലക്ക് എന്ന് പറയുമ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് പല്ലക്കുമായിട്ടാണ്. ഈ പല്ലക്ക് മിസ്സായ പല്ലക്കാണ്. പല്ലക്ക് മിസ്സായിണെന്ന് വിചാരിക്കുക. പല്ലക്ക് മിസ്സായി. അപ്പൊ പല്ലക്ക് എന്താണ്? മിസ്സായി. പല്ലക്ക് തടാകം എവിടെയാണ്? മിസോറാം. ബേത്കൽ തടാകം എന്ന് പറയുന്നത് ഹരിയാനയിലാണ്. ബേത്കൽ തടാകം ഹരിയാന. അപ്പോ ഞാൻ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്, നമ്മൾ കല്ലെടുത്തിട്ട് എറിയുന്നത് എന്തിനാണ്? ഒരു ആനയാണെന്ന് വിചാരിച്ചാൽ മതി. കല്ലൊക്കെ എടുത്തിട്ട് എറിയുന്നത് ഒരു ആനയാണെന്ന് വിചാരിക്കാം. ബേത്കൽ തടാകം ഹരിയാന. ഒരു കാര്യം ശ്രദ്ധിക്കുക, തെലുങ്കാനയായിട്ട് മാറരുത്, ഹരിയാന ആണ് കേട്ടോ പറഞ്ഞത്. ബേത്കൽ തടാകം എന്താണ്? ഹരിയാന. കല്ലെടുത്ത് എറിയുന്നത് ആനയാണ്. ഒന്നുകൂടി പറയാം. കൊലേരു തടാകം ആന്ധ്രാപ്രദേശ്. ലോക്തക് തടാകം 24 മണിക്കൂറും ലോകം ചുറ്റും എന്ന് പറഞ്ഞു അല്ലെ, മണിപ്പൂർ. 24 മണിക്കൂറും മണിപ്പൂര്. ഉമിയാം തടാകം എന്ന് പറയുന്നത് മേഘാലയാണ്. മേഘങ്ങളെ നമ്മൾ ഉമ്മ വെക്കുന്ന ആലോചിക്കുക. ഡുംബൂർ തടാകം എന്ന് പറയുന്നത് ഡും 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 ത്രിപുര. പലക്ക് തടാകം എന്ന് പറയുന്നത് പല്ലക്ക് മിസ്സായി മിസോറാം. ബേത്കൽ തടാകം എന്ന് പറയുന്നത് കല്ല് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എറിയുന്നത് ആനയുടെ നേരെയാണോ എന്നൊക്കെ ഒന്ന് വിചാരിക്കുക കേട്ടോ. ഹരിയാന, മാറരുത്, ഹരിയാന. നെക്സ്റ്റ് ദാൽ തടാകം ജമ്മു കാശ്മീർ. വൂളാർ തടാകം ജമ്മു കാശ്മീർ. ചിൽക്ക തടാകം ഒഡീഷ. സാമ്പാർ തടാകം രാജസ്ഥാൻ. പുഷ്കർ തടാകം രാജസ്ഥാൻ. ചെലമാവ് തടാകം സിക്കിം. ലോണാർ തടാകം മഹാരാഷ്ട്ര. വേമ്പനാട് തടാകം കേരളം. ദാൽ തടാകം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദാൾക്ക് കാശ് കൊടുത്ത് വാങ്ങും ജമ്മു കാശ്മീർ. വൂളാർ തടാകം എന്ന് പറയുമ്പോൾ വെള്ളം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങും, കാശ് ജമ്മു കാശ്മീർ. ചിൽക്ക തടാകം എന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് ഓടും ഒഡീഷ. സാമ്പാർ തടാകം എന്ന് പറയുമ്പോൾ സാമ്പാറൊക്കെ ദിവസം കഴിക്കുന്നവർ രാജാക്കന്മാരാണ് സാമ്പാർ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, രാജസ്ഥാൻ. പുഷ്കർ തടാകം എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ്. അപ്പൊ ഞാനത് ആലോചിച്ചത് പുഷ്കർ പിന്നെ ഈ രാജാക്കന്മാരൊക്കെ കൊട്ടാരത്തിന് മുമ്പിലൊക്കെ ഒരുപാട് പുഷ്പവാടികളൊക്കെ ഉണ്ടാവും അല്ലെ, നമ്മൾ പൂന്തോട്ടം എന്നൊക്കെ പറയില്ലേ. അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി, രാജാക്കന്മാരുടെ പൂന്തോട്ടം അല്ലെ പുഷ്പവാടി എന്നൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പുഷ്കർ തടാകം രാജസ്ഥാൻ. ചെലമാവ് തടാകം സിക്കിമാണ്. സിക്കിം. അപ്പോൾ ഞാനിത് ആലോചിച്ചത്, ഈ മാവ് എന്നല്ലേ പറയുന്നത്, ഈ മാവിന്റെ താഴെയൊക്കെ നമ്മൾ സൈക്കിളൊക്കെ വെക്കൂലേ, സിക്കിം. ചെലമാവ് തടാകം സിക്കിം. മാവിന്റെ താഴേക്ക് നമ്മൾ സൈക്കിളൊക്കെ വെച്ചിട്ട് കളിക്കാനൊക്കെ പോകൂലേ, അപ്പോൾ ഒന്നാലോചിക്കുക, ചെലമാവ് തടാകം സിക്കിം. ലോണാർ തടാകം മഹാരാഷ്ട്ര. ഈ ലോണൊക്കെ എടുത്തിട്ട് മഹാന്മാരെ പോലെ നടക്കുന്നവരെ ഉണ്ടാവൂലേ, അപ്പോൾ മഹാരാഷ്ട്ര. വലിയ വീടൊക്കെ കെട്ടി ലോണൊക്കെ എടുത്തിട്ട് വലിയ വീടൊക്കെ കെട്ടി മഹാന്മാരെ പോലെ നടക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ലോണാർ തടാകം മഹാരാഷ്ട്ര. വേമ്പനാട് തടാകം കേരളം. സിമ്പിൾ അല്ലേ, വേമ്പനാട് തടാകം എവിടെയാണ്? കേരളത്തിലാണ്. അപ്പൊ എന്താണ്? ദാൽ തടാകം പറഞ്ഞു, കാശ്മീർ. വൂളാർ തടാകം കാശ്മീർ. ചിൽക്ക തടാകം ചിരിച്ചുകൊണ്ട് ഓടും. സാമ്പാർ തടാകം രാജാവ് അല്ലെ, രാജസ്ഥാന്, രാജാക്കന്മാരാണ് പറഞ്ഞു. പുഷ്കർ തടാകം രാജസ്ഥാന്. പിന്നെ ചെലമാവ് തടാകം, മാവിന്റെ താഴെ നമ്മൾ സൈക്കിൾ വെക്കും, സിക്കിം. ലോണാർ തടാകം മഹാരാഷ്ട്ര. വേമ്പനാട് തടാകം കേരളം. ലാസ്റ്റ് വൺ
ശാസ്താംകോട്ട കായൽ കേരളമാണ്, അറിയാമല്ലേ? ശാസ്താംകോട്ട കായൽ കേരളം. അഷ്ടമുടി കായൽ കേരളം. നൽ സരോവർ തടാകം ഗുജറാത്ത്. നൽ സരോവർ തടാകം എവിടെയാണ്? ഗുജറാത്ത്. ഗുജറാത്ത്. നൽ സരോവർ തടാകം എവിടെയാണ്? ഗുജറാത്ത്. ഭീംതൽ തടാകം ഉത്തരാഖണ്ഡ്. ഭീംതൽ തടാകം എവിടെയാണ്? ഉത്തരാഖണ്ഡ്. ഭീംതൽ തടാകം. അപ്പോൾ ഇത് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് തല്ലുന്നത് ഗണ്ടെടുത്തിട്ടാണെന്ന് പറയാം, വിചാരിച്ചാൽ മതി. ഭീംതൽ അല്ല, അപ്പൊ തല്ലുന്നത് ഗണ്ട് വടിയൊക്കെ എടുത്തിട്ടാണ് പറയല്ലേ, അപ്പൊ വടി ദണ്ടെടുത്തിട്ടാണ് തല്ലുന്നതെന്ന് ആലോചിക്കുക. നൈനിറ്റാൾ തടാകം ഉത്തരാഖണ്ഡ്. നൈനിറ്റാൾ തടാകം ഉത്തരാഖണ്ഡ്. ഈ ഗണ്ട് എടുത്തിട്ട് തല്ലുന്നത് ഒരു നെറ്റിയിലാണെന്ന് ആലോചിച്ചാൽ മതി. ഗണ്ടൊക്കെ എടുത്ത് തല്ലുന്നത് നെറ്റിയിലാണ്. നൈനിറ്റാൾ തടാകം ഉത്തരാഖണ്ഡ്. രേണുക തടാകം ഹിമാചൽ പ്രദേശ്. രേണുക തടാകം ഹിമാചൽ പ്രദേശ്. ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. കൻവർ തടാകം ബീഹാർ. കണ്ണില് ബി കുത്തുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൻവർ തടാകം ബീഹാർ. ഓക്കെ, അപ്പൊ നമ്മൾ തടാകം ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ഏറ്റവും കൊലയൊരു തടാകം ആന്ധ്രാപ്രദേശാണ്. ലോക്തക് തടാകം മണിപ്പൂർ ആണ്. ഉമ്മ വയ്ക്കുന്നത് മേഘത്തിനാണ്. ഉമിയാം തടാകം മേഘാലയ. ഡും അല്ലെ ത്രിപുര. ഡുംബൂർ തടാകം ത്രിപുരയാണ്. പല്ലക്ക് മിസ്സായിട്ടുണ്ട് അല്ലെ, പല്ലക്ക് തടാകം മിസോറാം. ബേഡ്കൽ തടാകം ഹരിയാന. കല്ലെടുത്തെറിയുന്നത് ആരെയാണ്? ഹരിയാനയാണ്. ദാൽ തടാകം ജമ്മു കാശ്മീരാണ്. ദാലൊക്കെ കാശ് കൊടുത്ത് വാങ്ങും, വെള്ളമൊക്കെ കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ ഉളാർ തടാകം ജമ്മു കാശ്മീർ. ചിൽക്ക തടാകം ചിരിച്ചുകൊണ്ട് ഓടും ഒഡീഷ. സാമ്പാർ തടാകം, സാമ്പാർ നമ്മൾ എന്താണ് രാജാക്കന്മാരാണ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുഷ്കർ തടാകം, പുഷ്പവാടിയൊക്കെ എവിടെയാണ് ഉണ്ടാവുക? രാജാക്കന്മാരുടെ സദസ്സിലായിരിക്കും ഉണ്ടാവുക, രാജസ്ഥാൻ. ചെലമാവ്, മാവിന്റെ കീഴിൽ സൈക്കിൾ വെക്കും അല്ലെ, ചെലമാവ് തടാകം സിക്കിമാണ്. ലോണാർ തടാകം മഹാരാഷ്ട്രയാണ്. വേമ്പനാട്ട് തടാകം കേരളമാണ്. ശാസ്താംകോട്ട കായൽ കേരളം. അഷ്ടമുടി കായൽ കേരളം. നൽ സരോവർ തടാകം ഗുജറാത്ത്. നൽ സരോവർ ഗുജറാത്ത്. ഭീംതൽ തടാകം തല്ലുന്നത് ഖണ്ഡെടുത്തിട്ടാണ്, ഉത്തരാഖണ്ഡ്. നൈനിറ്റാൾ തടാകം ഉത്തരാഖണ്ഡ്. രേണുക തടാകം ഹിമാചൽ പ്രദേശ്. കൻവർ തടാകം ബീഹാർ. കണ്ണിൽ ബി ഒക്കെ കുത്തുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ തടാകം എന്നുള്ള ഭാഗത്തിൽ നമുക്ക് പറയാനുള്ളത്. ഈ ഭാഗത്ത് ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, പൂർണ്ണമായി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ എല്ലാം കൃത്യമായിട്ട് പഠിക്കുക. എക്സാം ഉണ്ടാവും, ഞാൻ ഗ്രൂപ്പിൽ എക്സാമിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും. ഓക്കെ, കോഡുകൾ വെച്ചിട്ടാണ്, അതുകൊണ്ട് അത്യാവശ്യം ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കോഡുകളൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് അറിയിക്കുക, കമൻറ്റ് ഇടുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനൊരു കുഞ്ഞു ക്വസ്റ്റ്യൻ ചോദിക്കാം നിങ്ങളോട്, അതിന് ഉത്തരം നിങ്ങളൊന്ന് കമൻ്റ് ആയിട്ട് ഇടുക കേട്ടോ. ഡുംബൂർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓക്കെ, ഡുംബൂർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റ് ഇടുക. ഞാൻ ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ മേഘാലയ, ഓപ്ഷൻ ബി മണിപ്പൂർ, ഓപ്ഷൻ സി ത്രിപുര, ഓപ്ഷൻ ഡി മിസോറാം. ഓക്കെ, ഡുംബൂർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ മേഘാലയ, ഓപ്ഷൻ ബി മണിപ്പൂർ, ഓപ്ഷൻ സി ത്രിപുര, ഓപ്ഷൻ ഡി മിസോറാം. ഉത്തരം ഒന്ന് കമൻ്റായിട്ട് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലാസ് എങ്ങനെയുണ്ടെന്നും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഗ്രൂപ്പിൽ ഞാൻ ക്വസ്റ്റ്യൻ ഇടും. ഓക്കെ, അപ്പോൾ ബൈ.